നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പ്രീതി ഇത്? ഒരു കുഞ്ഞു പറഞ്ഞെന്ന് കരുതി ശാലിനിക്ക് ഈ പാറിനുള്ള സ്നേഹം കുറയൂ? കണ്ടില്ലേ, നീ പറഞ്ഞു കേട്ടിട്ട് ശാലിനിക്ക് വിഷമമായി. സോറി മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനൊരു തമാശ പറഞ്ഞതാ. നീ പറഞ്ഞത് ഓർത്തിട്ടൊന്നും അല്ല ഞാൻ. നിങ്ങളോട് രണ്ടുപേരോടും പറയാത്തൊരു രഹസ്യം എന്റെ ഉള്ളിൽ നീട്ടിക്കൊണ്ടിരിക്കുക. പാറുവിനെ കണ്ടപ്പോ അല്പനിമിഷത്തേക്കെങ്കിലും അതൊന്ന് മറക്കാൻ പറ്റി. ഇപ്പൊ വീണ്ടും മഞ്ഞുമല ഇടിയുന്ന പോലെ അത് ഹൃദയത്തിലേക്ക് വന്ന് വീണിരിക്കുക. അത്രേ ഉള്ളൂ. എന്തടി? എനിക്ക് പാറുക്കുട്ടിയോടുള്ള സ്നേഹം പങ്കുവെക്കാൻ ആരും വരാൻ പോകുന്നില്ല. ഞാൻ പ്രഗ്നന്റ് അല്ല. അപ്പോ അമ്മ പറഞ്ഞത് സത്യാമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പറയേണ്ടി വന്നതാ. എന്തടി ഒന്ന് തെളിച്ച് പറ. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. പിന്നെ ആരും ഈ കാര്യം അമ്മയോട് പറയാൻ നിൽക്കണ്ട. രോഹിത് കഴുത്തിൽ കെട്ടിയ താലിയും അണിഞ്ഞ് ഇവൾ മുൻ കാമുകനെ കാണാൻ പോയിട്ടില്ല അല്ലേ? ഭർത്താവിനെ അടുത്തിരുത്തി ഇവളൊരു പരപുരുഷനോട് ജീവിതം നൽകാൻ കെഞ്ചിയിട്ടുമില്ല അല്ലേ? അല്ലല്ല. എന്നാ പറ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്താ കാര്യം? അമ്മ വീണ്ടും മുത്തശ്ശിയാവാൻ പോവാ. തൽക്കാലം അമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് സാധിച്ചു. പക്ഷെ ഇനി മുന്നോട്ട് എന്താടി? മുമ്പോട്ട് അതൊന്നും എനിക്കറിയില്ല പ്രീതി. നടുക്കടലിൽ പെട്ടുപോയ ആൾക്ക് മുമ്പോട്ടോ പിമ്പോട്ടോ ഒന്നും ഇല്ല. തിര എങ്ങോട്ടാണോ അങ്ങോട്ട്. ശാലിനി, നിങ്ങൾക്ക് 4 പേർക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും രഹസ്യം അറിയോ? അച്ഛനറിയാം. ശാലിനി, പ്രീതി, ഇത്രയും സംഭവിച്ചു പോയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. സത്യം പറഞ്ഞ നീ ഗർഭിണിയാണെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. നിനക്കും ഇഷ്ടമായിട്ടനും ഒരു കുഞ്ഞ് പിറക്കുന്നു എന്ന സന്തോഷം ഒരു വശത്ത്, ഈ സമയത്ത് നീ ഗർഭിണിയായ സിവിൽ സർവീസ് ഇന്റർവ്യൂവിനും ട്രെയിനിങ്ങിനും ഒക്കെ നീ എങ്ങനെ പോകുന്നുള്ള ആശങ്ക മറുവശത്ത്. ഇപ്പൊ നീ ഗർഭിണിയല്ലെന്ന് അറിയുമ്പോഴും അതേ അവസ്ഥ തന്നെ. നിനക്ക് ധൈര്യമായിട്ട് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകാന്നും നീ കളക്ടറെ കാണുമെന്നുള്ള സന്തോഷം ഒരു വശത്ത്. അമ്മ ഇതറിയുമ്പോ എന്താവുമെന്നുള്ള ആശങ്ക മറുവശത്ത്. പ്രീതി, ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് ആലോചിക്കാം. രണ്ടാളും മുറ്റത്ത് തന്നെ നിൽക്കാതെ അകത്തോട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.